അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാത്തിഹയുടെ മഹത്വങ്ങളും അത്ഭുതങ്ങളും പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ചുരുക്കിയാണ് നമ്മൾ പറയുന്നത്. ഈ എപ്പിസോഡിലും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ആർപ്പ് വിളിയും ആഹ്ലാദങ്ങളും ഒക്കെ കേൾക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു സ്വഹാബത്തിനോട്, ആരാണ് ആ ആഹ്ലാദവുമായിട്ട് ആർപ്പും വിളിയുമൊക്കെ കൂട്ടി വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറഞ്ഞു, അത് കാഫില കൂട്ടങ്ങൾ കച്ചവടത്തിൽ ലാഭം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ആഹ്ലാദത്തിമിർപ്പിൽ വരികയാണ്. ആ ഒച്ച വെച്ച് വരികയാണവർ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാഫില കൂട്ടങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവീ കുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ. ഈ കച്ചവടം കഴിഞ്ഞിട്ട് കാഫിലക്കൂട്ടങ്ങൾ കച്ചവടത്തിന് പോകുമ്പോഴും കച്ചവടം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഈ ഉറുമ്പുകൾ വരിയായിട്ട് വരുന്ന മാതിരിയുള്ളൊരു വരവാ. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ആഹ്ലാദ തിമിർപ്പിലാണ് വരുന്നത്. കാരണം അത്രക്ക് കച്ചവടമൊക്കെ കിട്ടിക്കഴിഞ്ഞ് സന്തോഷത്തിൽ ഇങ്ങനെ വരികയാണ്, പണം ധനമൊക്കെ കയ്യിലായ ഒരു അവസ്ഥയിൽ. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നതെന്നറിയോ? പടച്ച റബ്ബേ, എൻ്റെ സ്വഹാബത്ത് അവരുടെ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി, അവർക്ക് വല്ലാത്തൊരു കഷ്ടതയാണ്. ഇവർ കണ്ടില്ലേ എന്തൊരു ആഹ്ലാദത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിക്കേണ്ട സമയം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. അതാ മനസ്സിലിങ്ങനെ ഉദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, നമ്മളെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഉദിക്കുമ്പോൾ, നമ്മൾ മനസ്സിൽ കരുതുമ്പോഴത്തിന് അള്ളാഹു അത് ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ സംസാരം നമുക്ക് പോലും കേൾക്കൂല. അതേ സ്ഥാനത്ത് റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സിൽ വിചാരിച്ചത് നബി വിചാരിച്ചിട്ടുള്ള നബിക്ക് വല്ലാത്ത അത്ഭുതമായി. പെട്ടെന്ന് ജിബ്രീൽ ഇങ്ങോട്ട് മുന്നിലെത്തിയപ്പോൾ നബി ചോദിച്ചു, നബി തന്നെ അന്തം വിട്ടുപോയി. പടച്ചോനെ, ഞാനൊന്ന് ചിന്തിച്ചിട്ടുള്ളൂ, വെറുതെ ഒന്ന് ചിന്തിച്ചതാണ്. അടുപ്പിൽ തീ പുകഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി, അവർ ധനത്തിൻ്റെ ആഹ്ലാദത്തിലാണല്ലോ, തിമിർപ്പിലാണല്ലോ വരുന്നത് എന്ന് നബി ഒന്ന് ചിന്തിച്ചു പോയി. അപ്പോഴത്തിന് ജിബ്രീൽ വന്ന് മുന്നിൽ നിന്നു. നബി ചോദിച്ചു, എന്തേ ജിബ്രീലേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ, അള്ളാഹു അരുളുന്നു, താങ്കൾക്ക് ആവർത്തിച്ച് ഓതേണ്ട 7 സൂക്തങ്ങൾ തന്നിട്ടില്ലേ? അതായത് ഫാത്തിഹ സൂറത്ത്. അത് ഓതിയവന് അള്ളാഹു നരകത്തിൻ്റെ 7 കവാടങ്ങൾ ഹറാമാക്കിയിട്ടില്ലേ? മരണമല്ലാത്ത സകല രോഗത്തിനും ശമനമാണത് എന്ന് അള്ളാഹു താങ്കളെ അറിയിച്ചിട്ടില്ലേ? അതിനേക്കാൾ മഹത്തായ ഒരധ്യായം ഒരു വേദത്തിലും ഇല്ല തന്നെ എന്നും അറിയിച്ചിട്ടില്ലേ? അത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് അട്ടഹസിച്ചത് താങ്കൾക്കറിയില്ലേ? അത് കേട്ട് സകല ഇബ്ലീസുകളും സകല ശൈത്താനും ഓടിയെത്തി അവർ ചോദിച്ചത് അറിയില്ലേ? ഇബ്ലീസിനോട് അവർ ചോദിച്ചില്ലേ? ഈ സംഭവങ്ങളൊക്കെ അറിയില്ലേ? പിന്നെ അങ്ങ് എന്തിനാണ് വേദനിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് വേദനിക്കുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഓർഡർ കിട്ടിയാൽ മാത്രമേ ജിബ്രീൽ വരുള്ളൂ. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇത്രയും വലിയ ഒരു സൂറത്ത്, ഇത്രയും വലിയ ഒരു നിധി താങ്കളുടെ കയ്യിൽ തന്നെയുണ്ട്, പിന്നെ എന്തിനാ താങ്കൾ വിഷമിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ഇങ്ങനെ വന്ന് പറയുകയാണ്. തുടർന്ന് ജിബ്രീൽ നബിയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? നബിയെ, അങ്ങേക്ക് അള്ളാഹു തന്ന ഈ അനശ്വര ധനമോ അവർക്ക് കിട്ടിയ നശ്വര സ്വത്തോ ഏതാണ് നല്ലത്? 7 ആയത്തുകളോ ആ 7 കാഫിലകളോ ഏതാണ് ഉത്തമം? ഇത് കൊടുത്ത് അത് പകരം വാങ്ങണമോ? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഇത് കൊടുത്തിട്ട് അത് പകരം വാങ്ങണമെന്ന്, ഇതിന് പകരം അത് വാങ്ങണമെന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, വേണ്ട ജിബ്രീലേ, അരുളി എങ്കിൽ താങ്കൾക്ക് കിട്ടിയതിൻ്റെ വില താങ്കൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമുക്ക് ചില സാധനങ്ങൾ കിട്ടിയാൽ സ്നേഹമുള്ള കറുത്ത ഒരു ഭർത്താവിനെ കിട്ടിയാൽ, സുന്ദരനായ ഒരു ഭർത്താവ് മറ്റൊരു ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് ആകർഷണം തോന്നും.
പക്ഷേ ഇവിടുത്തെ ഈ സ്നേഹത്തിനാണോ വില, അവിടുത്തെ ആ സൗന്ദര്യത്തിനാണോ വില എന്ന് നമ്മൾ ചിന്തിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജിബ്രീൽ അരുളി, താങ്കൾക്ക് കിട്ടിയ 7 ആണോ അവർക്ക് കിട്ടിയ 7 ആണോ നല്ലത്? ആ 7 കാഫില സംഘങ്ങൾക്ക് കിട്ടിയ സ്വത്താണോ വേണ്ടത്, അല്ല താങ്കൾക്ക് കിട്ടിയ ഈ ഫാത്തിഹയാണോ വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ചോദിക്കുന്നത്. അതാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. എന്നിട്ട് ജിബ്രീൽ പറയുന്നത് എന്താണെന്നറിയോ? വലഖദ് ആതൈനാകൽ ഖുർആനൽ അളീം എന്ന ആയത്തൊരു കടലാസിലിട്ടിട്ട് അങ്ങ് എഴുതി തീയിലിട്ട് നോക്കൂ, അത് കത്തുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്ത് ഓതുന്നവൻ നരകം അവനെ സ്പർശിക്കുകയില്ല എന്ന്, വിഷമങ്ങൾ അവനെ സ്പർശിക്കുകയില്ല. പിന്നെ താൽക്കാലികമായിട്ട് കാണുന്ന വിഷമങ്ങൾ, അത് കഠിന ചൂടുള്ള സമയത്ത് ഒരു കാറ്റ് തലോടിപ്പോകുന്ന പോലെ ഒരു താൽക്കാലിക ശമനമാണ് അവർക്കത് ലഭിക്കുന്നത്, ആ ധനം കൊണ്ട് ലഭിക്കുന്നത്. അല്ലാതെ ചൂട് അവർക്ക് സ്ഥിരമായിട്ട് വരാനുണ്ട്. എന്നിട്ട് ജിബ്രീൽ തുടരുകയാണ്, അത് മനഃപ്പാടമാക്കിയവനും അതിനെ പിൻപറ്റുന്നവനും നരകം എങ്ങനെ സ്പർശിക്കാനാണ്? അത് നരകം അവനെ സ്പർശിക്കുകയില്ല. ഖുർആനിൽ ഒരക്ഷരം ഓതിയാൽ 100 പുണ്യമുണ്ട്. ഇതോ നല്ലത് അതോ ആ 7 കാഫിലകളോ നല്ലത് എന്ന് വീണ്ടും നബിയോട് വീണ്ടും ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജിബ്രീൽ ചോദിക്കുകയാണ്. അതായത് നബിയുടെ മനസ്സിനെ തണുപ്പിക്കുകയാണ്. വീണ്ടും ജിബ്രീൽ ഒരു ചെറിയ ചിന്ത, വെറുതെ ഒന്ന് ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നത്. എന്നിട്ട് പിന്നെയും ജിബ്രീൽ തുടരുകയാണ് കേട്ടോ. ഒരൊറ്റ ചോദ്യത്തിൽ ജിബ്രീൽ അവസാനിപ്പിക്കുന്നില്ല. താങ്കൾക്ക് അള്ളാഹു മഹത്തായ 7 ആയത്തുകൾ തന്നു. 7 ദിവസം കൂടുമ്പോൾ ഒരു വെള്ളിയാഴ്ച രാവുണ്ട്. അത് ദുനിയാവിനേക്കാളും അതിലുള്ള സകലത്തിനേക്കാളും മഹത്വമുള്ള രാവാണത്. അതിൽ ഓരോ മണിക്കൂറുകളും നരകം നിർബന്ധമായ 10 ലക്ഷം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മുക്തരാക്കുന്നു. ആ രാത്രി ജനിക്കുന്ന മുശ്രിക്കുകളുടെ സന്താനങ്ങളെയെല്ലാം അള്ളാഹു ഇസ്ലാമത്തായി മുസ്ലിമായി മരിപ്പിക്കുന്നു. 2 ജുമാക്കിടയിലുള്ള പാപങ്ങളെല്ലാം ജുമാക്ക് പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ആ രാത്രിയിൽ അള്ളാഹു വിശ്വാസികളുടെ ഖബറിലെ ശിക്ഷ ഒഴിവാക്കുന്നു. എല്ലാവർക്കും ആ രാത്രി ശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണോ ഉത്തമം, അതോ ആ 7 കാഫിലകളാണോ ഉത്തമം? പണ്ട് ഈസാ നബി അലൈഹിസ്സലാം ജൂതനോട് ചോദിച്ചു. ജൂതയും ഈസാ നബി അലൈഹിസ്സലാമിനും കൂടെ ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ ഫസ്റ്റ് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ 2 റൊട്ടികളുണ്ടായിരുന്നു. ആ 3 റൊട്ടികളുണ്ടായിരുന്നു. അതിൽ റൊട്ടി നഷ്ടപ്പെട്ടപ്പോൾ ജൂതയോട് ചോദിച്ചു, നീ എവിടെ? ഒരു റൊട്ടി ഇതിൽ നിന്ന് കാണാതായിട്ടുണ്ട്, അത് ആരെടുത്തു എന്ന്. സത്യത്തിൽ ആ റൊട്ടി ജൂതയായിരുന്നു തിന്നിരുന്നത്. അവൻ തിന്നതായിരുന്നു. പക്ഷേ അവൻ നിഷേധിച്ചു. അവൻ സത്യം പറയാൻ തയ്യാറായില്ല. അങ്ങനെ ഓരോ സദങ്ങളിൽ ഓരോ മുഅ്ജിസത്തുകൾ ഇങ്ങനെ കാണിക്കുമ്പോഴും ഈസാ നബി ചോദിച്ചു, ആ റൊട്ടി തിന്നത് ആരാണെന്ന് പറയൂ എന്ന്. ഒടുവിൽ ആ റൊട്ടി തിന്ന ആളെ പറഞ്ഞില്ല അവൻ. ഈസാ നബി അലൈഹിസ്സലാം യാത്രക്കിടയിൽ മരിച്ചവരെ ഹയാത്താക്കി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ പറഞ്ഞു, എൻ്റെ മകനിതാ മരിച്ച് മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോവുകയാണ്, എനിക്കാകെ ഒരു മകനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ മയ്യത്ത് കട്ടിലവിടെ വെച്ച് ഇറക്കി വെക്കാൻ പറയുകയും ഈസാ നബി അലൈഹിസ്സലാം അതൊന്ന് തടവുകയും ചെയ്തപ്പോൾ അവൻ അതിൽ നിന്ന് എണീറ്റു. അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ ഒരുപാട് കുരുടന്മാരുടെ കണ്ണ് തടവിയപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ ഒരുപാട് ഒരു സംഖ്യ സംഭവങ്ങൾ ഉണ്ട്. ഒടുവിൽ ഒരു മണൽ പ്രദേശത്ത് വന്ന് കുറച്ച് മണ്ണ് വാരി ഒരു പക്ഷിയെ ഉണ്ടാക്കിയിട്ട് കോം എന്ന് പറഞ്ഞപ്പോൾ ആ പക്ഷി പറന്നുപോയി. ഇങ്ങനെ ഈസാ നബി ഒരുപാട് സംഭവങ്ങൾ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിനോട് സംസാരിച്ച
മനുഷ്യനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമുഖത്തിൽ നിന്ന് മരിക്കാത്തൊരു മനുഷ്യനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാം യുവത്വത്തോടു കൂടി ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും വീണ്ടും ഭൂമിയിൽ തന്നെ വന്നിട്ട് വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഇത്രക്കും പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ മാത്രമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ അത്രക്കും വലിയ മഹത്വമേറിയ ആ മനുഷ്യൻ ജിബ്രീൽ ആ മനുഷ്യൻ ഇതേപോലെ ഈ ജൂതനോട് ചോദിച്ചപ്പോൾ ജൂത പറഞ്ഞ് നിഷേധിച്ചു. അത് ഒടുവിൽ 3 മൺകൂനകൾ ഉണ്ടാക്കി അതിൽ 2 മൺകൂന എനിക്കും നിനക്കും ഉള്ളതാണ് എന്ന് ജൂതനോട് പറഞ്ഞപ്പോൾ, അല്ല 3 മൺകൂനകൾ ഉണ്ടാക്കി അതിനോട് സ്വർണ്ണമാവാൻ പറഞ്ഞു. എന്ന് അതിനോട് പറഞ്ഞു. അങ്ങനെ അത് സ്വർണ്ണമാക്കി. അങ്ങനെ സ്വർണത്തിൻ്റെ 3 കൂമ്പാരങ്ങൾ കണ്ടപ്പോൾ ജൂതയുടെ കണ്ണ് തള്ളിപ്പോയി. ജൂത ചോദിച്ചു, ഇതിൽ 2 എണ്ണം നമുക്ക് 2 പേർക്കും ഉള്ളതാണെങ്കിലും മൂന്നാമത്തത് ആർക്കുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ജൂത പറയുകയാണ്, ആ മൂന്നാമത്തത് ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ജൂതയോട് പറഞ്ഞു, അത് 10 റൊട്ടി തിന്ന ആൾക്കുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് 2 പേർക്കും എടുക്കാം, പക്ഷേ മൂന്നാമത്തത് റൊട്ടി തിന്ന ആൾക്കുള്ളതാണ്. ജൂത പറഞ്ഞു, ഞാൻ തന്നെയാണ് റൊട്ടി തിന്നത്, അപ്പോൾ എനിക്കതുള്ളതല്ലേ എന്ന്. അപ്പം നീ ഇതുവരെ സത്യം പറഞ്ഞില്ല, ഇപ്പോൾ ധനം കണ്ടപ്പോൾ നീ സത്യം പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നീ എടുത്തോ, 3 നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം പോകുന്ന യാത്രാവഴിക്ക് തിരിച്ചു വരുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം പോയി യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ജൂതയും അവിടെ 2-3 പേരും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കാരണം കൊള്ളസംഘം വന്ന് അവരെ ജൂതയെ കൊന്നു അത് തിരിച്ചെടുക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവനെ അവർ വധിക്കുകയാണ് ചെയ്തത്. ഏതായാലും അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതിലും വലിയ സമ്പത്ത് ഏതാണുള്ളത്? ഏത് സമ്പത്താണ് താങ്കൾക്ക് വേണ്ടത്? വലിയ സമ്പത്തല്ലേ അള്ളാഹു തന്നിട്ടുള്ളത്? അങ്ങനെ ജിബ്രീൽ പറയാണ്, ഒരുപാട് ഏഴുകൾ താങ്കൾക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് ഏഴുകളെ തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് പിന്നെ ഈ ഏഴുകളൊക്കെ കൊടുത്തിട്ട് അത് വാങ്ങണം? കഅബ തവാഫ് ചെയ്യുന്നത് 7 തവാഫാണ്, ജംറകളിൽ കല്ലെറിയുന്നത് 7ആണ്. അങ്ങനെ ഒരുപാട് 7ൻ്റെ ഗുണങ്ങൾ താങ്കൾക്ക് തന്നിട്ടില്ലേ എന്നൊക്കെ ഏതായാലും ഒരു ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു പോയതാണ്. തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച്, തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് ചിന്തിച്ചതാണ്. പറഞ്ഞിട്ടൊന്നുമില്ല, സ്വഹാബത്ത് കേട്ടിട്ടുമില്ല. പക്ഷേ ഇത് സ്വഹാബത്തിനെ എല്ലാവരും കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജിബ്രീൽ ചോദിക്കുന്നത് നബിയോട്. അങ്ങനെ അത്രക്കും വലിയ ഒരു സംഭവമാണ് ഈ ഫാത്തിഹത്ത് സൂറത്തുൽ ഫാത്തിഹ. ഇത് നമ്മൾ 7 പ്രാവശ്യം 7 ആയത്തുകളാണ്, 7 പ്രാവശ്യമാണ് അത് നമ്മൾ സ്ഥിരമായി ഓതുകയാണെങ്കിൽ ഓതേണ്ടത്. 7 ആവർത്തിച്ചോതുന്നത് എന്നാണ് അതിൻ്റെ നിർവചനം തന്നെ. അപ്പോൾ അത് 7 ആക്കിയിട്ട് ഓതണം നമ്മൾ ഈ ഓതുന്ന അവസരത്തിൽ, ചുരുങ്ങിയത്. പിന്നെ 41 ഓതുന്നതും 41 ഓതുന്നതും അതുപോലെ 11 ഓതുന്നതും ഒക്കെയുണ്ട്. അതൊക്കെ ഓരോരോ ഉസ്താദന്മാർ, ഓരോരോ ഉലമാക്കൾ, പണ്ഡിതന്മാർ അല്ലെങ്കിൽ ശൈഖ് മശായിഖന്മാർ ഇജാസ കൊടുക്കുന്നതാണ്. അതങ്ങനെ തന്നെ ഓതണം. അത് അവർക്ക് കിട്ടിയ ഇജാസയാണ് അവർ കൊടുക്കുന്നത്. അതാണ് അവർക്ക് കിട്ടിയത്, അവർ മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫാത്തിഹ തന്നെ ഓതിയാൽ മതി എന്നാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നത്. മുമ്പ് ഇങ്ങനത്തെ ഒരു സൂറത്ത് ഒരു നബിക്കും അവതീർണമായിട്ടില്ല. അതുകൊണ്ട് ഫാത്തിഹ സൂറത്തിൻ്റെ മഹാത്മ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ നമുക്ക് ബാക്കി ഓതാനുള്ള സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അവിടെ മുതൽക്ക് ഉള്ള ആ സൂറത്ത് അവസാനിപ്പിക്കുന്ന ഇതുവരേക്കും ഓതാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഇതിൽ അതിനുള്ള സ്ഥലമില്ല, അതെന്നെ പറയുന്നത്. ഇത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത് ചുരുക്കി ഏറ്റവും ചുരുക്കിയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത് തന്നെ സമയം കൂടുതലായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.